ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏകമനസ്സോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പുതിയ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 20-ാം തിരുവചനമാണ്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. എത്ര വലിയ കഷ്ടത വന്നാലും ക്ലേശങ്ങൾ വന്നാലും നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ഏറെ വിചാരമുള്ളവനാണ്. കണ്ണുനീരിന് വേദപുസ്തകത്തിൽ ഒരുപാട് വില കൊടുക്കുന്നുണ്ട്. കണ്ണീരുള്ള ഭവനം, സഹനം, അത്തരം ഭവനങ്ങളെ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം, അവിടെ യേശുവുണ്ട്. വേദപുസ്തകത്തിൽ യേശുള്ള ഭവനങ്ങളിലെല്ലാം കണ്ണീരുള്ള ഭവനങ്ങളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ഉപജീവന മാർഗത്തിൽ കഷ്ടതയുണ്ടോ, കണ്ണീരുണ്ടോ, യേശു അവിടെ ഉണ്ടെന്നാണ്, യേശു അവിടെ ഉള്ളതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനം കൂടുതൽ ബലവും ശക്തിയും പ്രദാനം ചെയ്യട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരായി സടകുടഞ്ഞെഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.